കൂടുതൽ ആളുകളെ ചിലർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ട്. ഒരു ചേച്ചിക്ക് വാഹനമാണ് അവിടേക്ക് പോകുന്നത്, ദേഹാസ്വാസ്ഥ്യമുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ആ തൊഴിലാളികളെ പൂർണ്ണമായും എത്തിക്കുന്നത് ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊഴിലാളികളെ ട്രാക്ടറിലും മറ്റുമായി ഇവിടെ നിന്നും മുണ്ടക്കയിൽ നിന്ന് മാറ്റുകയാണ്. ആ ദൃശ്യമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ തന്നെ അത് തരണം ചെയ്യുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇങ്ങനെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ആളുകളിലേക്ക് കൂടി നമുക്ക് പോവാം. നിങ്ങൾ അവിടെ എന്തായിരുന്നു? അവിടെ നല്ല മഴയാണോ? എന്തായാലും അപ്പുറത്ത് ഇനി ആൾക്കാർ വരാണ്ട് നല്ല മഴയാണ് പെയ്യുന്നത്. ഒരു രക്ഷയില്ല. ഒരു പൊട്ടലൊന്നുമില്ല. നമ്മൾ അവിടെ കൊണ്ട് വരുന്ന വെള്ളത്തിൽ റോട്ടിൽ വെള്ളം കയറിയുണ്ട്. കയറിയുണ്ട്. ഇതാ നമ്മളെ വേലിപ്പാലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ചേർന്നുള്ള ഭാഗത്ത്. എന്തായാലും ഇവർ പറയുന്നത് ബെയിലിപ്പാലത്തിൻ്റെ തൊട്ടടുത്ത്, അത് നമ്മൾ നേരത്തെ ദൃശ്യത്തിൽ കാണിച്ചതാണ്. ഇവരൊക്കെ തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ പൂർണ്ണമായും അവിടെ നിന്നും ഇവിടെ നിന്നും ജീപ്പുകളിലും മറ്റ് ലോറികളിലും മറ്റുമായി മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നതിൽ. ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളുണ്ട്. അതായത് എസ്റ്റേറ്റിൽ ജോലി, ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ആ ആളുകളെ പൂർണ്ണമായും ഇവിടേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ എല്ലാവരും തന്നെ, അതായത് പ്രദേശത്ത് ശേഷിക്കുന്ന താമസക്കാർ മുഴുവൻ ഇങ്ങനെ വലിയ അളവിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുന്നു. ആ പ്രതിഷേധമാണ് നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. അവർ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. കാരണം പലരും സുരക്ഷിതരല്ലാത്ത ഒരവസ്ഥ ഉണ്ട്. ആ സുരക്ഷിതർ അല്ലാത്ത സാഹചര്യത്തിലാണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ പൂർണ്ണമായും ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു മഴയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ പുഴയിൽ നീരൊഴുക്ക് കൂടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത്ര സമയം കാത്തു നിന്നിട്ട് ഇവരെ കാണാത്തോണ്ടാ. നിങ്ങൾ നോക്ക്, നാൽക്കാലികളെ കൊണ്ടുപോകുന്ന മാതിരി ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് ട്രാക്ടറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. എത്ര മണിക്കൂറുകളായി മുണ്ടക്കയിൽ ഈ സമയം ഉണ്ടായിട്ട് ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് 10 മിനിറ്റ് മുമ്പാ. നിങ്ങളെ ചാനലുകൾ, ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയിട്ടും ഇപ്പോഴാണ് സർക്കാരിന്റെ സംവിധാനം, ഭരണകൂടം ഇപ്പോഴാ ഒരു ഫയർഫോഴ്സ് പോലും കൊണ്ട് എത്തിക്കുന്നത്. ഈ ആളുകളെ മുഴുവൻ ഇപ്പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം എന്തിനാ ഫയർഫോഴ്സ്? ഞങ്ങൾക്ക് ഇനി അവിടെ ആരും നഷ്ടപ്പെടാനില്ല. ഞങ്ങളുടെ ആളുകളെ മുഴുവൻ ഞങ്ങൾ ഇവിടെ പുറത്തെത്തിച്ചിട്ടുണ്ട്. ചൂരമലയിലെ സാധാരണക്കാരൻ ഓൻ്റെ ജീവൻ പണയം വെച്ചിട്ട് പുറത്തെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഫയർഫോഴ്സും വേണ്ട, ഒരു ഒലക്ക് ഈ നാട്ടിലേക്ക് വേണ്ട. ഞങ്ങൾ നിരന്തരം കാല് പിടിച്ച് ചോദിച്ചത്, ഞങ്ങളുടെ ആളുകൾ പട്ടിണിയിലാണ്. നീലിക്കാപ്പിലും മാട്ടക്കുന്നിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ പട്ടിണിയിലാണ്. അവർക്ക് 9,000 രൂപ നിങ്ങൾ കൊടുക്കണമെന്ന് കാല് പിടിച്ച് ഞങ്ങൾ ചോദിച്ചതാ. ഈ സർക്കാരും ഈ വില്ലേജ് ഓഫീസറും ചേർന്നിട്ട് ഇവരെന്ത് ചെയ്തു? അവർക്ക് ഇതിന് അർഹതയില്ല എന്ന് എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്തതിന്റെ ഫലമായിട്ട് എന്താ, പട്ടിണി കിടക്കാൻ വഴിയിലായിട്ടാണ് ആ സാധുക്കൾ ഇന്ന് പണിക്ക് പോയത്. ഇത്രയും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും ഇവിടെ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോലും ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് പ്രതിബദ്ധതയുള്ളത്? ഞങ്ങൾക്കത് അറിഞ്ഞേ പറ്റൂ. ഇന്നിവിടെ ജില്ലാ കലക്ടറും ഉത്തരവാദിത്തപ്പെട്ടവരും വരണം. ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച സഹായം ചൂരൽമലയിലെ 3 വാർഡിലുള്ള ജനങ്ങൾക്കും പൂർണ്ണമായിട്ടും കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്കിനി ഈ ജാതി മയത്ത് പണിക്ക് പോകാൻ കഴിയില്ല. ഈ നാട്ടിലെ ആളുകളെ അങ്ങനെ ഏതെങ്കിലും ഒരു ദുരന്തത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ടൊന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത്. 1026 വീട് ഈ നാട്ടിലെ സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ചതാ. 1026 വീട് ഇവരുടെ വീട്ടിൽ നിന്നൊന്നും എടുത്തു കൊടുക്കണ്ടല്ലോ. ഈ നീലിക്കാപ്പിലും മാട്ടക്കുന്നിലും ഇവിടെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആ വീടുകൾ കൊടുക്കാൻ ഇവർക്ക് എന്തായിരുന്നു പ്രയാസം? എന്തായാലും മാട്ടാക്കുന്ന സുരക്ഷിതമാണെന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ദുരന്തത്തിന്റെ ഏറ്റവും അടുത്ത പ്രദേശത്തെ ആൾക്കാരാണ്. മാട്ടാക്കുന്നിൽ വാസിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ സുരക്ഷിതമാണെന്ന് സർക്കാർ പറയുന്നത്, മത്തായും പറയുന്നത്. ഞങ്ങൾ സുരക്ഷിതരല്ല. ഞങ്ങൾക്ക് ജോലിയോ കൂലിയോ ഒന്നുമില്ല. ഈ 3,000 രൂപ 9,000 രൂപ ദിവസം 300 രൂപ കൂലി ഞങ്ങൾ അർഹതപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് തരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ചൂരൽമല ടൗണിൽ 10-40 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ഇന്ന് മുതൽ എല്ലാം നഷ്ടപ്പെട്ട് സ്ഥാപനങ്ങൾ, വീടുകളും പറമ്പുകളും ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് ഇന്ന് വരെ സർക്കാർ പ്രഖ്യാപിച്ച 1 രൂപ പോലും ഞങ്ങൾക്ക് കിട്ടുക. 9,000 ഞങ്ങൾക്കില്ല, വീടില്ല, പറമ്പില്ല, ഒന്നുമില്ല. ഈ മഴ ദുരന്തത്തിൽ ഇത്രയും ആൾക്കാരുടെ പാവപ്പെട്ട ജനങ്ങൾ 3 വാർഡിലെ ആൾക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഉരുൾപൊട്ടിയിട്ട് ഞങ്ങളിവിടെ വണ്ടിയിൽ ഞങ്ങൾ താമസിക്കുകയാണ്. ഒരു അനധികൃതമായ ഒരു ഉദ്യോഗസ്ഥന്മാരും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല.
ഞങ്ങളതായിട്ടുള്ള റിസ്കിലാണ് ഞങ്ങൾ ഇവരൊക്കെ മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾ മാറി താമസിക്കാൻ ഉത്തരവാദിത്ത ആൾക്കാർ വരിക, ഞങ്ങളെ കാര്യത്തിൽ ഒരു പരിഗണന കണ്ടെത്തുക. സർക്കാർ അതാണ് പറയാനുള്ളത്. എന്തായാലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ആ ചൂരൽമല ആ പ്രദേശത്തേക്ക് തന്നെ തിരിച്ച് പോകേണ്ടതുണ്ട്. കാരണം പുഴയിലെ നീരൊഴുക്ക് അത്രമാത്രം ശക്തമായ അളവിൽ പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ്, മറ്റ് സംവിധാനങ്ങൾ അതെല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിന് കാരണവുമുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ശരിക്കും ഇവിടെ സുരക്ഷിതമല്ലാത്ത മേഖലയാണ് എന്നുള്ള നാട്ടുകാർ പറയുന്നു. കാരണം നീലിക്കാപ്പ്, അതോടൊപ്പം തന്നെ മാട്ടറക്കുന്ന്, പടവെട്ടിക്കുന്ന്, ഒപ്പം റാട്ടപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. പുതിയ വില്ലേജ് റോഡിലെ ചില ഭാഗങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ ഭാഗികമായി മാത്രമാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. ഇതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ വഴിയിലേക്ക് ആളുകൾ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ശോകമുഖമായ ഒരു അന്തരീക്ഷമാണ്. കാരണം ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്നിട്ടില്ല, ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. മറ്റ് ഇവിടെ നേരത്തെ അത്തരം സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കനത്ത മഴയെ തുടർന്ന് വളരെ മുഖമായ ഒരു അന്തരീക്ഷമാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത്രമാത്രം വലിയ മഴപ്പെയ്ത്ത് ഉണ്ടായിട്ടുണ്ട്. ആ മഴപ്പെയ്ത്തിൻ്റെ സാഹചര്യമാണ് ഇങ്ങനെ വെള്ളം ഒഴുകി കുതിച്ച് ഇരച്ചെത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് മഴ മാത്രമാണ്. മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വിവരം ആദ്യഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ നൽകുകയുണ്ടായി.